പ്രത്യേകിച്ച് സംസ്ഥയും പാണക്കാട് കുടുംബത്തെയൊക്കെ തെറ്റിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു കേൾക്കുന്നു. നേരെ അത് നടന്നിട്ടില്ല, അത് നടക്കാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് സംസ്ഥയും പാണക്കാട് കുടുംബം അത് ഒരു ശരീരവും ഒരു മനസ്സുമാണ്. പിതാമഹന്മാർ കാണിച്ചു തന്ന ആ മാതൃക, ആ വഴി അത് വ്യക്തവും സ്പഷ്ടവും വ്യക്തവുമായ രീതിയിൽ അത് നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലൂടെ തന്നെ സഞ്ചരിച്ചു പോകുവാൻ കഴിയും. ആ വഴിയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇന്നലെ കോഴിക്കോട് കണ്ടില്ലേ? ഇന്നലെ കോഴിക്കോട് നടന്ന സൗഹൃദ സന്ദേശ സദസ്സ്, സ്നേഹ സദസ്സ്, അതിലെല്ലാവരും ഒറ്റക്കെട്ടായി. എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും ഒറ്റക്കെട്ടായിരുന്നു. എല്ലാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായി. മുസ്ലിം സമുദായത്തിൽ തന്നെ ഐക്യത്തിന്റെ കാഹളം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് സമസ്തകല ജനതയുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ആ ഒരു വലിയ ഒരുമയും കൂട്ടായ്മയും ഇന്നലെ നമുക്കവിടെ കാണുവാൻ കഴിയും. അത് ഇന്നലത്തെ മാത്രം കാര്യമില്ല, അത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മഹത്വവും. മുസ്ലിം ലീഗിന്റെ ശക്തി സമസ്തയാണ്, സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണ്. അത് വ്യവസ്ഥാപിതമാണ്, അതാരും എഴുതിയുണ്ടാക്കിയതല്ല. അത് തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറി വരുന്ന സുഹൃതമാണ്. നമുക്ക് ആ സുഹൃതം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ആ ഒരു മനസ്സുള്ളവർ തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും നേതാക്കൾ. കഴിഞ്ഞ കാല നേതാക്കളായ ഇപ്പോഴത്തെ സംസ്ഥയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുപോയങ്ങളായാലും ആ ഒരു ഐക്യത്തിന്റെയും ഒരുമയുടെയും മനസ്സ് കാത്തു സൂക്ഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. അത് തന്നെയാണ് നമുക്ക് മഹല്ലുകളിൽ ആവശ്യമായിട്ടുള്ളത്. ഇവിടെ മദ്രസ നടക്കണം, പള്ളികൾ നടക്കണം, ദീനി സ്ഥാപനങ്ങൾ നടക്കണം. അതിൽ ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും യോജിച്ചു നിൽക്കണം. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും സാധാരണക്കാരുടെയും യോജിപ്പ് അത് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും യോജിപ്പാണ് എന്ന് പറയുന്നതിൽ അതിൽ രാഷ്ട്രീയമോ മറ്റോ ഇത് കാണേണ്ടതില്ല. അത് മഹലിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും അവർ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മദ്രസകൾ സുതാര്യമായി കൊണ്ടുപോകാൻ കഴിയുക, പള്ളികൾ സുതാര്യമായി കൊണ്ടുപോകുവാൻ കഴിയുക, മറ്റ് ദീനി സ്ഥാപനങ്ങൾ, ഒപ്പം മറ്റ് സ്കൂളുകൾ അടക്കമുണ്ട്. മാനവർക്ക് അടക്കം സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, നിരവധി മറ്റ് ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വളർച്ചയ്ക്കും ആ ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. അതിനെല്ലാം വേണ്ടി ഇതിനെ പ്രവർത്തിക്കണം. അതിനൊക്കെ വീഴ്ച വരുന്ന പ്രവർത്തനം എവിടെയുണ്ടെങ്കിൽ അതിനൊക്കെ മുളയിലെ തന്നെ കളഞ്ഞുകൊണ്ട് അവിടെ കൂടിയാലോചിച്ച് എല്ലാവരുമായും യോജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.